കാലം, സമയം, ഇപ്പോൾ ഈ ഒരു നിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ വർത്തമാനം, ഇതിനു മുമ്പ് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ ഈ ഒരു പോയിന്റിലേക്ക് എത്തിച്ചത്, നമ്മുടെ ഭൂതകാലം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ ഇനി എവിടെ എത്തിക്കും, നമ്മുടെ ഭാവി. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ അതിനർഹിക്കുന്ന വില നമ്മൾ കൊടുക്കാത്ത ഒരു പ്രധാന ഘടകമാണ് സമയം എന്ന് പറയുന്നത്. സമയം ഒരുത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നില്ല എന്ന് പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബട്ട് ആരെങ്കിലും വകവയ്ക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ സമയത്തിനെ പറ്റി മുമ്പ് പറഞ്ഞ ആ ഒരു 3 കാര്യങ്ങളാണ് ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന സംവിധായകൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഒരു 16-17 വയസ്സുള്ളൊരു പയ്യൻ ചുമ്മാ നേരം പോകിന് വേണ്ടി സിനിമകൾ കാണുകയും കഥ ഏതാണ്ട് ഒരു പിടുത്തം കിട്ടി അതിനകത്തൊരു 4 അടിയും ഒരു 2 പാട്ടൊക്കെ ആയിട്ട് ചുമ്മാ ഒരു നേരം പോക്ക് 2-2.5 മണിക്കൂർ അങ്ങ് സുഖമായിട്ട് പോട്ടെ. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചു ഒരു പയ്യന്റെ മുമ്പിലേക്ക് ഇന്റർസ്റ്റെല്ലർ എന്ന് പറയുന്ന ഒരു സിനിമ വരികയാണ്. അവൻ ആദ്യം അത് കണ്ട് ഉറങ്ങിപ്പോയി. എന്തൊരു ബോറം പറവാണ്, അത് കാണണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ച് കുറേ നാൾക്ക് ശേഷം വീണ്ടും അവൻ കാണുകയാണത്. അവൻ അന്ന് ആ ഒരു സിനിമ കണ്ട് തീർക്കുന്ന സമയത്ത് ഇത്രയും കൊല്ലം അവൻ കണ്ടുകൊണ്ടിരുന്ന മലയാളത്തിലെയും തമിഴിലെയും ഇംഗ്ലീഷിലെയൊക്കെ സിനിമകളൊക്കെ ഒരൊറ്റ നിമിഷത്തേക്ക് അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. അവനത് അവിടെ നിർത്തിയില്ല. അവൻ വീണ്ടും കണ്ടു, വീണ്ടും കണ്ടു. അവൻ ഇതേ ചിത്രം വീണ്ടും കണ്ട സമയത്ത് പുതിയ ഒരുപാട് കാര്യങ്ങൾ അവന് കാണാൻ പറ്റി. വെറും ഒരു നേരം പോക്കെ ആയിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമയ്ക്കകത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അവിടെയാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിനെ എങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എന്നതിലാണ് കാര്യമെന്നും ആ പയ്യൻ തിരിച്ചറിയുന്നത്. ഒരുപാട് ഫിലിം മേക്കേഴ്സും അവർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടും നമ്മൾ കണ്ടത് തന്നെയാണല്ലോ വീണ്ടും കാണുന്നത് എന്ന് പറയുന്ന ഒരു തോന്നലും അടുത്തത് എന്താണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഇതിങ്ങനെ കൂടി വരുന്ന സമയത്തും അതിലൊരു സംവിധായകന്റെ സിനിമ മാത്രം മനസ്സിലാക്കി എടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് വരുത്തി കൺഫ്യൂസിങ് എലമെന്റ്സും കോംപ്ലക്സിറ്റിയും ഇൻക്ലൂഡ് ചെയ്ത് അത്ര ഡീപ്പായിട്ട് പോകുന്ന, എന്നാൽ ഒരു നിമിഷം പോലും നമ്മളെ ബോർ അടിപ്പിക്കാതെ എൻജോയ് ചെയ്ത് കണ്ട് തീർക്കുന്ന രീതിയിൽ ഒരു സിനിമ എടുക്കുന്ന ഒരു സംവിധായകൻ, അതാണ് ക്രിസ്റ്റഫർ നോളൻ. എന്നാൽ ഈ കാര്യം 2 അറ്റമുള്ള ഒരു കത്തി പോലെ അദ്ദേഹത്തിന്റെ സിനിമകളുടെ ആ ഒരു കോംപ്ലക്സിറ്റി അത് എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ബ്രില്യൻസിനെ എടുത്ത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. അതൊരു നാക്കി ചെയ്തില്ലെങ്കിൽ അതങ്ങ് പാടിപ്പോകും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇതുകൊണ്ടാണ് പലർക്കും ഈ ഒരു നോളൻ ചിത്രങ്ങൾ ഇഷ്ടപ്പെടാതെ പോകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഒരു സ്ട്രോങ് പോയിന്റും അതേപോലെ തന്നെ ഒരു വീക്ക് പോയിന്റും ഇത് തന്നെയാണ്. എന്നാൽ ഇവിടെയും തീരുന്നില്ല. ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത എന്നെ പോലെ ഓരോരുത്തർ ആ ഒരു സിനിമ കാണുന്ന സമയത്ത് ആ ഒരു കോംപ്ലക്സിറ്റി കണ്ട് തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പ്ലോട്ട് ഇങ്ങനെ നിന്ന് പന്ത് കത്തുന്ന സമയത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി ടെക്നിക്കൽ സൈഡും പെർഫോമൻസും കടന്നു വരും. വിഷ്വൽസും സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, സൗണ്ട് മിക്സിംഗ്, കാസ്റ്റിങ്ങും അവരുടെ പെർഫോമൻസും എല്ലാം തന്നെ നീയോ ഞാനോ എന്ന് പറഞ്ഞു നിൽക്കും. ഇതിനെല്ലാം കൺസ്യൂം ചെയ്ത് നമ്മൾ ആ ഒരു സിനിമയുടെ ആ ഒരു അറ്റത്തോട്ട് എത്തുന്ന സമയത്ത് ഒരു പ്രത്യേക മൊമെന്റ് ഉണ്ട്. അഴിക്കും തോറും മുറുകിക്കൊണ്ടിരുന്ന ആ ഒരു കൂട്ടിക്കെട്ടിങ്ങനെ മെല്ലെ അഴിഞ്ഞ് അൺറിവീൽ ചെയ്ത് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ തന്നെ ആ ഒരു മിസ്റ്ററി സോൾവ് ചെയ്ത് ആ ഒരു ഉത്തരത്തിലേക്ക് വന്നെത്തുന്ന ആ ഒരു പോയിന്റ് ഉണ്ട്. അത് നോളന്റെ എല്ലാ സിനിമകളിലും ഭയങ്കര സ്പെഷ്യലാണ്. ആ ഒരു പോയിന്റിലാണ് സിനിമാറ്റിക് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന കാര്യം വർക്ക് ആവുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇത്രയും വലിയൊരു ഫാൻ ഫോളോയിങ് ഉള്ള, ഇത്രയും ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഈ ഒരു സംവിധായകൻ ആകെ എണ്ണിയെടുക്കാവുന്ന സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ചെയ്തു വെച്ചതിൽ മികച്ചത് എന്താണ്? അല്ലെങ്കിൽ അടുത്തൊരു ചിത്രം വേണ്ടി വരികയാണെങ്കിൽ അടുത്തത് ഇനി എന്ത്? ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ ക്യാൻ ഹി ഡു ഇറ്റ് അഗെയിൻ എന്നതാണ് അടുത്ത വലിയൊരു ചോദ്യം. സോ ദിസ് ഇസ് സിനിമാസ്റ്റെല്ലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് നോളൻസ് ഫിലിമോഗ്രഫി. ക്രിസ്റ്റഫർ നോളൻ സിനിമകൾക്ക് എന്നും എൻ്റെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അത് എന്നും ഉണ്ടാവും. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സംവിധായകൻ ഇദ്ദേഹമാണെന്ന് പറഞ്ഞ് ആ ഒരു തർക്കിച്ച് നിൽക്കാനൊന്നും ഞാൻ നിൽക്കത്തില്ല. ബിക്കോസ് അതല്ല സത്യം. ഇദ്ദേഹത്തിനേക്കാളും മികച്ച ഒരുപാട് സംവിധായകർ വേറെയുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഡയറക്ടേഴ്സ് എടുത്താൽ പോലും അവിടെയുണ്ട് ഒരു നീണ്ട ലിസ്റ്റ്. എന്നാൽ അത്രയും ലിസ്റ്റ് ഉള്ളപ്പോൾ പോലും അതിൽ നിന്ന് ഒരാളെ മാറ്റിയിരുത്താൻ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങേര് ചെയ്തു വെക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പെക്യുലാരിറ്റി, തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണത്. ഓക്കെ, അല്ലാതെ എല്ലാവർക്കും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു പെക്യുലാരിറ്റി എനിക്ക് റെസൊനേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എനിക്കത് സ്പെഷ്യലാണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഓപ്പൻഹൈമർ ഉൾപ്പെടെ ഇദ്ദേഹം മൊത്തം 12 സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ഈ 12 എണ്ണത്തിൽ 7 സിനിമകൾ ബിഗ് സ്ക്രീനിൽ തിയേറ്ററിൽ കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിന് ഈ ഒരു 12 സിനിമകളെയും ഒന്ന് റാങ്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ റാങ്കിങ് ആണ് എൻ്റെ ഈ ഒരു ലിസ്റ്റിലുള്ളത്. ഇത് സാധാരണ എല്ലാവരും പറയുന്ന പോലെ ബെസ്റ്റ് ടു വേസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ബിക്കോസ് അത് ഇവിടെ അപ്ലൈ ആവത്തില്ല. കാരണം നോളൻ ഒരു വേസ്റ്റ് ഫിലിം ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു വേസ്റ്റ് ടു ബെസ്റ്റ് എന്ന് പോകുന്നതിനേക്കാളും നല്ലത് ഗുഡ് ബെറ്റർ ടു ബെസ്റ്റ് ആയിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു ലിസ്റ്റ് പറയുന്നത് ഞാൻ ആ ഒരു സിനിമ കണ്ട് എൻ്റെ വ്യക്തിപരമായ റാങ്കിങ് മാത്രമാണ്. ഇതിലൊരു തരത്തിലുള്ള റേറ്റിംഗോ അല്ലെങ്കിൽ വല്ല ബോക്സ് ഓഫീസ് കളക്ഷൻ ഒന്നും തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ആകത്തില്ല. അപ്പോൾ ലിസ്റ്റിൽ 12ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫോളോയിങ് ആണ്. ഓഫ് കോഴ്സ് നോളന്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ്. അതും എന്താ പറയുക, അറിയുന്ന ആളുകളെയൊക്കെ വെച്ച് വീക്കെൻഡ്സിൽ ഷൂട്ട് ചെയ്ത് ഏതാണ്ട് $7,000 ബഡ്ജറ്റിൽ ഒരുക്കിയ ഒരു സിനിമയാണത്. ബട്ട് ആ ഒരു പടത്തിന് നിങ്ങൾ ടോട്ടാലിറ്റി കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് എവിടെയും അത് കോംപ്രമൈസ് ചെയ്യുന്നില്ല. ടൈം എന്ന് പറയുന്ന സാധനം ഇദ്ദേഹത്തിന്റെ ആദ്യ ചിത്രത്തിൽ തന്നെ വലിയൊരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അന്ന് തൊട്ടേ ആദ്യ പടം തൊട്ടേ പുള്ളി ഈ ഒരു സാധനത്തിന് ഇങ്ങനെ മൈൻഡിലിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. സ്റ്റോറി ടെല്ലിംഗ് നോക്കുകയാണെങ്കിൽ ലീനിയർ ആയിട്ടില്ല, നോൺ ലീനിയർ ആണ്. പടത്തിന്റെ പ്ലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ
ഒരുപാട് ലിമിറ്റേഷൻ, അതായത് ഒരുപാട് കൺസ്ട്രെയിന്റ് ഉള്ളിൽ നിന്ന് ഈ ഒരു സിനിമ എടുത്തതുകൊണ്ട് ഇത് ഡിസേർവ് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് ഇതിനെ പുഷ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയി. അത്യാവശ്യം കുറച്ച് ബഡ്ജറ്റും അത്യാവശ്യം നല്ലൊരു കാസ്റ്റിംഗ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഗംഭീര പടമായിട്ട് മാറേണ്ട ഒരു സിനിമയായിരുന്നു. നോളന്റെ ഓരോ സിനിമകളും ഇങ്ങനെ കണ്ടു വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു പടം കണ്ട സമയത്ത് എനിക്ക് ഒരു പണ്ടാരോ മനസ്സിലായില്ല. ആദ്യത്തെ കുറേ നേരത്തേക്ക് എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എന്നല്ലാതെ ഒന്നും നമുക്കൊന്നും ഡസന്റ് മേക്ക് സെൻസ് എന്നൊക്കെ പറയില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വിട്ടുപോകാതെ പടത്തിന്റെ കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു നോളന്റെ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അവിടേക്ക് ചെന്ന് എത്തിച്ചേരും. തനിക്ക് ഏത് രീതിയിലുള്ള സിനിമകൾ ചെയ്യണം എന്ന് പറയുന്ന കാര്യം, ആ ഒരു വിഷൻ അങ്ങേർക്ക് ഫസ്റ്റ് പടം 1998 ആദ്യത്തെ പടം വരുമ്പോൾ തന്നെ അങ്ങേരുടെ മൈൻഡിലുണ്ട്. ഈ ഒരു ജനറേഷന്റെ വിഷണറി ഡയറക്ടർ എന്ന് ചുമ്മാ ഒരു ആലങ്കാരികമായിട്ട് വിളിക്കുന്നതല്ല ഇങ്ങനെ. ആ ഒരു പേരിന് ഇങ്ങനെ 100% ആപ്റ്റാണ്. ലീനിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു പടത്തിനെ നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞ്, അതായത് ഏതാണ്ട് ഒരു മണിക്കൂർ ഈ പടമുള്ളൂ, അതിൽ എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമോ അത്രയും ആക്കിയിട്ടുണ്ട് ആ ഒരു മനുഷ്യൻ അന്ന് തന്നെ. അപ്പോൾ ദി ഫോളോയിങ് എന്ന് പറഞ്ഞ ഈ ഒരു ചിത്രം ഒരുപാട് പേര് കാണാനുള്ള സാധ്യത കുറവാണ്. ഒരുപാട് പേര് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ആദ്യത്തെ പടമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാറുണ്ട്. സമയമുള്ളവർ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. 1 മണിക്കൂറൊക്കെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വേഗം കണ്ടു തീർക്കാം. അവിടെ നിന്ന് ഇങ്ങനെ അടുത്ത ചിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ 11ാം സ്ഥാനത്ത് ഡാർക്ക് നൈറ്റ് റൈസസ് ആണ്. ഡാർക്ക് നൈറ്റ് ട്രയോളജിയിലെ ലാസ്റ്റ് പടമാണ് ഡാർക്ക് നൈറ്റ് റൈസസ്. ഈ ഒരു ചിത്രം ഇത്രയും താഴോട്ട് വരാനുള്ള പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ ചിത്രമാണ് ഡാർക്ക് നൈറ്റ് ആണ്. ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്ന പടം ഏത് ലെവലിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. സോ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഫിനാലെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലോഷർ ആയിട്ട് വരുന്ന ഈ ഒരു പടം അതിന്റെയും ഒരുപടി മുകളിലാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് ഇംപ്രഷൻ ഈ ഒരു പടത്തിന് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കും ഇത് കണ്ട സമയത്ത് ഡാർക്ക് നൈറ്റിന്റെയും ബിഗിൻസിന്റെ ഒക്കെ ആ ഒരു ലെവലിലേക്ക് ഇത് എത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ഒരു ചിത്രം എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റി. ഓപ്പൻഹൈമറിന് മുമ്പായിട്ട് നോളന്റെ ഫിലിം ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പടങ്ങളെല്ലാം റിലീസ് ചെയ്യുന്ന ഒരു പരിപാടി. PVRും ഐനോക്സും ചേർന്നിട്ട് നോളന്റെ 5 സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഡാർക്ക് നൈറ്റ് റൈസസും ഉണ്ടായിരുന്നു. അത് ഞാൻ പോയി കണ്ടു. ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ആയ തിയേറ്ററിൽ പാക്ക് ഓഡിയൻസിന് നടുവിലിരുന്നിട്ടാണ് ഞാൻ ഈ ഒരു പടം കണ്ടത്. എന്റെ ഫേവറേറ്റ് ബാറ്റ്മാൻ ട്രയോളജി അതൊരു ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു ബാറ്റ്മാൻ സിനിമ തിയേറ്ററിൽ കാണണമെന്ന് പറഞ്ഞ് കാത്തിരുന്ന് കണ്ടൊരു സിനിമയായിരുന്നു മാറ്റ് റീവ്സിന്റെ ദി ബാറ്റ്മാൻ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അത് മിസ്സാക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. തിയേറ്ററിൽ ആ ഒരു പടം കാണാൻ ഗംഭീരമായിരുന്നു. ഞാൻ കൊച്ചി PVRലാണ് ഈ ഒരു പടം കണ്ടത്. ഞാനിരുന്നതിന്റെ തൊട്ടിപ്പുറത്തെ സീറ്റിൽ ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു. അയാൾ ഒരു കാര്യമില്ലാതെ സൈലന്റ് ആയിരിക്കുന്ന സമയത്തും ചുമ്മാ അങ്ങ് വിസിലടിക്കുക. സാധാരണഗതിയിൽ എങ്ങനെയാണ് ആ ഒരു ഡയലോഗ് എലിവേറ്റ് ചെയ്ത് അവസാനിക്കുന്ന സമയത്താണ് നമ്മളങ്ങനെ കൈ അടിച്ചു പോകുന്നത്. ഈ ചങ്ങായി അത് പറയാൻ വേണ്ടി ആ ഒരു ക്യാരക്ടർ വാ തുറന്ന അപ്പം വിസിലടിക്കാൻ തുടങ്ങും. അതൊന്നാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, ഇത് അടുപ്പിച്ച് 3-4 എണ്ണം ഒറ്റ സ്ട്രെച്ചിൽ പുള്ളി വിടും. ചില ഡയലോഗൊന്നും എനിക്ക് കേൾക്കാനേ പറ്റില്ല. എൻ്റെ ചെവിയുടെ അടുത്തിരുന്നല്ല ഈ ചങ്ങായി ഇങ്ങനെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഷ്യം വന്നു എനിക്ക്. നിങ്ങൾ വിചാരിക്കും ഞാനത് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാനും ആ ഒരു പോയിന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൈയടിച്ച് വിസിലടിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷെ ഇത് വെറുപ്പിച്ച് കളഞ്ഞു. ഭയങ്കര നോയ്സൻസ് ആയിരുന്നത്. പുള്ളി ഈ പടത്തിൽ മാത്രമല്ല ഡാർക്ക് നൈറ്റിലും ഇതേപോലെ ആയിരുന്നു. കട്ട ബാറ്റ്മാൻ ഫാനാണെന്നാണ് തോന്നുന്നത്. 2 പടത്തിലും എൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ആ ചങ്ങയുടെ സീറ്റ് വന്നത്. അതെങ്ങനെ നടന്നതെന്ന് എനിക്കറിയത്തില്ല. ഡാർക്ക് നൈറ്റ് കണ്ടപ്പോഴായിരുന്നു തൊട്ടടുത്തിരുന്നത്. റൈസസ് വന്നപ്പോൾ ഇച്ചിരി അങ്ങോട്ടൊരു 2 സീറ്റ് അപ്പുറത്ത് മാറിയായിരുന്നു. എന്താണെങ്കിലും അത് ഭയങ്കര വെറുപ്പിലായിപ്പോയി. എനിക്കിപ്പോൾ തീരെ അത് പറ്റിയില്ല. വെൽക്കമിങ് ബാക്ക് ടു ദ ടോപ്പിക്. അടുത്ത പടം, അതായത് 10ാം സ്ഥാനത്തുള്ളത് ഓഫ് കോഴ്സ് ടെനറ്റ്. 10 ദിവസം ഫോർവേഡും 10 ദിവസം ബാക്ക്വേഡൊക്കെ നടക്കുന്ന നമ്മുടെ ടെനറ്റ് ആണ് 10ാം സ്ഥാനത്ത്. ടൈം ഇൻവേർഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു പരിധി വരെ അതിനോട് നീതി പുലർത്തി ചെയ്യാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു എമോഷണൽ കണക്റ്റിന്റെ കുറവ് കൊണ്ടും ആ ഒരു കോംപ്ലക്സിറ്റിയുടെ അളവ് കൂടുതൽ കൊണ്ടും പല ആളുകൾക്കും ഇതങ്ങ് ദഹിക്കാതെ പോയ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമ ഞാൻ തിയേറ്ററിലാണ് കണ്ടത്. സോ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന്റെ മ്യൂസിക്കും സൗണ്ട് മിക്സിംഗ് എല്ലാം ഗംഭീരമാണ്. ആദ്യം കണ്ട സമയത്ത് ഒരു കിണ്ടി എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് ഏതാണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ മനസ്സിലാക്കി പിന്നെ OTTയിൽ വന്ന ശേഷം വീണ്ടും കണ്ട് അതങ്ങ് മനസ്സിലാക്കുന്നത്. ഇൻഫാക്ട് നമ്മുടെ ചാനലിൽ ഈ ഒരു നിലയിൽ ഇപ്പോൾ വരാനുള്ള കാരണം ഞാൻ അന്ന് ഇട്ട ഒരു ടെനറ്റിന്റെ എൻഡിങ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. എൻ്റെ ഈ ഒരു ചാനലിൽ ആദ്യം റീച്ച് കയറി അത്യാവശ്യം വൈറലായ ആദ്യത്തെ വീഡിയോ അതായിരുന്നു. ടെനറ്റ് എന്ന് പറയുന്ന മൂവിയും ആ ഒരു എൻഡിങ് എക്സ്പ്ലനേഷൻ ഞാനന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു ചാനൽ ഈ ഒരു ലെവലിൽ ഇപ്പം നിൽക്കത്തില്ലായിരുന്നു. കണ്ടില്ലേ, എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ പടങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെറുതൊന്നുമല്ല, പലയിടങ്ങളിലും ഉണ്ട്. ഇത് അതിലൊന്നാണ്. ഇതിനടുത്തായിട്ട് 9ാം സ്ഥാനത്ത് ഇൻസോംനിയ. നോളൻ സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ അണ്ടർ അപ്രീഷിയേറ്റഡ് നടക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് ഇതായിരിക്കും. അധികം ആരും ഈ ഒരു സിനിമയെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ല. എന്നാൽ ഇത് മോശം സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരിക്കലും അല്ല. അൽ പസീനോയും റോബിൻ വില്യംസ് ഒക്കെയാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. 2002 പുറത്തിറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഗണത്തിൽ പെടുത്താൻ വരുന്ന ഒരു മൂവിയാണിത്. ആക്ച്വലി ഇത് 97 വന്ന ഒരു നോർവേജിയൻ മൂവിയുടെ ഒരു റീമേക്ക് ആണ്. ഈവൻ ഇത് റീമേക്ക് ആണെങ്കിൽ പോലും നോളന്റെ ട്രീറ്റ്മെന്റും ഇതിലെ കാസ്റ്റിംഗിന്റെ പെർഫോമൻസും എല്ലാം തന്നെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് തരും. ഞാനിതിന്റെ ആ ഒരു ഒറിജിനൽ മൂവി കണ്ടിട്ടില്ല, ഞാൻ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ തുടങ്ങി അത് വേറൊരു ലെവലിലേക്ക് പിന്നീട് പോകും. ഈ പടത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് മാറിയത് അൽ പസീനോയുടെ ആക്ടിംഗ് ആയിരുന്നു. മനുഷ്യൻ തകർത്താടി ഒരു പടം വരുന്നത്. പുള്ളിയുടെ സീന് സാധനങ്ങൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇതിലെ പെർഫോമൻസ് ടോപ്പ് നോച്ചായിരുന്നു. ടൈറ്റിൽ പോലെ തന്നെ ഇൻസോംനിയ ബാധിക്കപ്പെട്ട ഒരു ക്യാരക്ടറെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഉറക്കമില്ലായ്മ. ഈ ഉറക്കം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങാതിരുന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. കാരണം ഞാൻ ഉറങ്ങാതിരുന്ന് നോക്കിയിട്ടുണ്ട്. ഇതിനു വേണ്ടിയല്ല, വേറെ ചില കാരണങ്ങളാൽ നമ്മൾ വല്ലാണ്ട് അങ്ങ് ടയേർഡായി മടുത്തു പോകും എന്നതിന് പുറമെ നമുക്കിത് കൂടാതെ വേറെ എന്തൊക്കെയോ തോന്നലൊക്കെ ഫീൽ ചെയ്യും. കണ്ണടയ്ക്കാൻ പറ്റാതെ കണ്ണിലെന്തോ വന്ന പോലെ മൈൻഡ് ഫ്രീ ആവത്തില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും.
വെറുതെ ഒന്ന് പോയി കിടക്കാന്ന് പറഞ്ഞ് ചുമ്മാ കിടന്നാൽ പോലും നമുക്ക് കിടക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ എഴുന്നേറ്റ് എവിടെയെങ്കിലും ഇരുന്ന് നടന്ന് അങ്ങനെയൊക്കെ തന്നെ പോകും. അത് നിങ്ങളുടെ ആ ഒരു കറക്റ്റ് സ്ലീപ്പ് സൈക്കിളിൽ നിങ്ങൾ വിട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ അതിലേക്ക് വീണ്ടും വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ പറ്റത്തില്ല. അപ്പോൾ രാത്രി മാത്രം സിനിമയും കണ്ട് ഉറങ്ങാതെ എന്നെ പോലെ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് പോയി കിടന്ന് ഉറങ്ങും മക്കളെ. ചേട്ടൻ ഈ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, അതുകൊണ്ട് പ്ലീസ്. സോ ഇൻസോംനിയയുടെ ഈ ഒരു ഡാർക്ക് സൈഡിനെ ആ ഒരു പെർഫോമൻസിൽ ഡെലിവറി ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മുടെ അൽ പസീനോ എഫേർട്ട്ലെസ് ആയിട്ട് ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ നോളൻ സിനിമയായിട്ടൊന്നും ഈ ഒരു സിനിമയെ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അങ്ങനെയൊന്നും അല്ല ഇത് കൊടുത്തിരിക്കുന്നത്. നോളൻ സിനിമകൾ ഇഷ്ടമാണ്, എന്നാൽ അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിനിമ ചെക്കൗട്ട് ചെയ്യാം. ഗംഭീര പടമാണ്. അടുത്തായിട്ട് 8ാം സ്ഥാനത്ത് ബാറ്റ്മാൻ ബിഗിൻസ്. 2005 ഈ ഒരു സിനിമ റിലീസ് ആവുന്നത്. ആ ഒരു ടൈമിൽ സൂപ്പർ ഹീറോ മൂവീസ്, കോമിക്കൽ മൂവീസ് ഒന്നും അത്ര വലിയ ഹൈപ്പിലല്ല. ആർക്കും അതിനോട് വലിയ പ്രതീക്ഷയില്ല, ആർക്കും വലിയ അതിനോട് താല്പര്യമില്ല. ആ ഒരു സമയത്താണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഒരു ടിപ്പിക്കൽ സാധാരണ ഗൂഫി സൂപ്പർ ഹീറോ മൂവിയാണെന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും ഇരുന്നത്. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ബാറ്റ്മാൻ ക്യാരക്ടറിനെ എങ്ങനെയാണ് നോളൻ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് എല്ലാവരും തിരിച്ചറിയുന്നത്. ലിറ്ററലി സൂപ്പർ ഹീറോ മൂവീസിന്റെ ഒക്കെ ഒരു ഉയർത്തെഴുന്നേപ്പ് അവിടെയാണ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് മാർവലും DC എല്ലാം ഇങ്ങനെ പച്ച പിടിച്ച് വരുന്നത്. അതുവരെ ഒന്നുമില്ലാതെ ഒരു ഡൗൺഫോൾ ആയിട്ട് കടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. നോളൻ അങ്ങ് കയറി ഈ ഒരു പടം ഉണ്ടാക്കി തീ കൊളുത്തി കിട്ടും. പിന്നെ അതങ്ങ് കത്തി കയറലായിരുന്നു. അടുത്തായിട്ട് 7ാം സ്ഥാനത്ത് മെമന്റോ. നോളന്റെ മെയിൻ സാധനമായിട്ടുള്ള സമയത്തിന്റെ കൂടെ ഓർമ്മ എന്ന് പറയുന്ന, മെമ്മറി എന്ന് പറയുന്ന ആ ഒരു സാധനം കൂടെ കൂട്ടിച്ചേർത്തി നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഗംഭീര നിയോനോയർ ത്രില്ലർ ചിത്രമായിരുന്നു ഈ ഒരു മെമന്റോ എന്ന് പറയുന്നത്. ഇതിന് ഇൻസ്പയർഡ് ആണ് തമിഴിലെയും ഹിന്ദിയിലെയും ഗജനി എല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. തന്റെ ഭാര്യയെ കൊന്ന കൊലയാളെ തേടി ഇറങ്ങുന്ന നമ്മുടെ നായകൻ അവന്റെ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ, ആ ഒരു അമ്നീഷ്യ വെച്ചിട്ട് അവൻ എങ്ങനെ പോകുന്നു, അതിലവൻ എന്തൊക്കെ കണ്ടുപിടിക്കുന്നു, എവിടേക്ക് അവൻ എത്തിച്ചേരുന്നു എന്ന് പറയുന്ന കാര്യമെല്ലാം എഗൈൻ ലീനിയർ അല്ലാതെ നോൺ ലീനിയർ ആയിട്ട് നോളന്റെ പ്രത്യേക റിവേഴ്സ് രീതിയിലൊക്കെ ആ പ്ലോട്ടൊക്കെ ഇന്റർവൈൻ ചെയ്തിട്ട് ഒരൊറ്റ പോയിന്റിലേക്ക് എത്തിച്ചേരും. ഈ ഒരു പടത്തിനെ നിങ്ങൾ സാധാരണ രീതിയിൽ ഫോർവേഡ് രീതിയിൽ കാണുന്നതും അതേപോലെ തന്നെ ബാക്ക്വേർഡ് രീതിയിൽ കണ്ടുവന്നാലും അതിന്റെ സ്റ്റോറിയിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെയാണ് അങ്ങേര് ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത്. ചില്ലറ കാര്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ എടുത്തു വെക്കുക എന്ന് പറയുന്നത്. അങ്ങേരുടെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് പടമാണ് മെമന്റോ. അടുത്തായിട്ട് 6ാം സ്ഥാനത്ത് ഡാർക്ക് നൈറ്റ്. കൂടുതൽ എന്ത് പറയാൻ, ബാറ്റ്മാനെ മാറ്റി നിർത്തി ജോക്കർ ആറാടിയ ഒരു പടമായിരുന്നത്. ജോക്കർ എന്ന ഒരു ക്യാരക്ടറും നമ്മുടെ ഹീത്ത് ലെഡ്ജറിന്റെ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലായിരുന്നു. ഞാൻ കുറേ നാൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഇതൊക്കെ തിയേറ്ററിൽ കാണാമെന്ന് പറയുന്നത്. ഈ ഒരു സിനിമ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റി ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അവിടെ നിന്ന് 5ാം സ്ഥാനത്ത് പ്രസ്റ്റീജ് ആണ്. എഗെയിൻ നോളന്റെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് പടമാണ് ഇതും. ഈ പടത്തിലൊന്നും നമുക്ക് ഒരു കുറ്റം കണ്ടുപിടിക്കാനേ പറ്റത്തില്ല, അത്രയും ഫ്ലോലെസ് ആയിട്ടുള്ള പടങ്ങളാണ് അതൊക്കെ. ഒരു 2 മജീഷ്യൻസിനിടയിൽ നടക്കുന്ന കാര്യത്തിന് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പുറമേ നിന്ന് ഷെല്ലായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെ ഇടയിൽ നടക്കുന്ന ആ ഒരു എന്താ പറയുക ഒരു ഫൈറ്റ് ആണ്. ഒരാൾ മറ്റൊരാളെ കവച്ച് കെട്ടി എങ്ങനെ മുമ്പോട്ട് വരുന്നു, അതാണ് പ്രമേസ് ആയിട്ട് വരുന്നത്. പക്ഷേ ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന ആ ഒരു വിഷണറി ഡയറക്ടറിന്റെ ബ്രില്യൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പടത്തിൽ ഒരൊറ്റ സീൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു സീൻ ഉണ്ടല്ലോ, അതായത് ആൽഫ്രഡ് അവന്റെ കാമുകയായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു മാജിക് ഷോയിലെ ഈ ഒരു സീക്വൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ, അതിൽ സട്ടിലായിട്ടാണെങ്കിൽ പോലും പറയാതെ പറഞ്ഞ ആ ഒരു വിഷയം ആ പടത്തിന്റെ ഹോൾ പോയിന്റ് തന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് പറഞ്ഞു തീർത്തു. അവിടെയാണ് ക്രിസ്റ്റഫർ നോളൻ എന്ന് പറയുന്ന ആ ഒരു വിഷണറി ഡയറക്ടറിന്റെ ബ്രില്യൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നും വേണ്ട, ഇവിടെ ഇവൻ പറയുന്ന ആ ഈ ഒരു ഡയലോഗ്, But where's his brother? He's a sharp lead. Are you watching closely? ഒരുപക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു സീനിന്റെ റെലവൻസ് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. ഒരു സാധാരണ ഒരു റൊമാൻറ്റിക്കൽ പോർഷൻസ് നടക്കുന്ന ചെറിയൊരു സീനായിട്ട് മാത്രം തള്ളിക്കളഞ്ഞാണ്. അങ്ങനെ നമ്മളെ തള്ളിക്കളയണം, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നോളന്റെ പ്രധാന ലക്ഷ്യം. നിങ്ങൾക്ക് ആ ഒരു ഹോൾ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അതായത് പടത്തിലെ ആ ഒരു നീണ്ടു നടക്കുന്ന ആ ഒരു ഡോട്ടുകളെല്ലാം തന്നെ അതിൽ ചെറിയൊരു ഡോട്ടായിട്ട് മാത്രം നമ്മൾ തള്ളിക്കളയും ഈ ഒരു സീനിനെ. ഇത് ആക്ച്വലി ആ ഒരു ക്യാരക്ടർ പയ്യനോടല്ല, കാണുന്ന പ്രേക്ഷകനോട് ചോദിക്കുന്നത്, ആർ യു വാച്ചിങ് ക്ലോസ്ലി? ഇതിൽ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ തന്നെ ആ ഒരു സീൻ കണ്ടിട്ട് മനസ്സിലാക്കുക. ഇത്രയും അടിപൊളി പടമാണെന്ന് നീ തന്നെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് 5ാം സ്ഥാനം കൊടുത്തു നിങ്ങളൊരു ചോദ്യം വരും. അതിൽ ഞാൻ ശരിക്കും പെട്ടുപോകും, കാരണം ഒരു റാങ്കിങ് ആണല്ലോ, ഒരു ലിസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഒരു നമ്പർ കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ കൊടുത്തു പോയതാണ്. അടുത്തതായിട്ട് 4ാം സ്ഥാനത്ത് ഇൻസെപ്ഷൻ. നോളൻ 10 കൊല്ലം എടുത്ത് തയ്യാറാക്കിയ സിനിമയാണ് ഈ ഒരു ഇൻസെപ്ഷൻ എന്ന് പറയുന്നത്. ഇതും റീ റിലീസ് വന്ന സമയത്ത് എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റി. ഇതിനു മുമ്പ് ഒരുപാട് വട്ടം ഞാൻ ഈ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ വീണ്ടും തിയേറ്ററിൽ കണ്ട സമയത്ത് എനിക്ക് ആദ്യം കാണുന്ന ആ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടി ഈ പടത്തിൽ നിന്ന്. ഡ്രീം വിത്തിൻ എ ഡ്രീം എന്ന് പറയുന്ന ആ ഒരു സാധനമൊക്കെ എന്ത് പൊളിയായിരുന്നെന്നറിയോ. ഇൻസെപ്ഷൻ കൺസെപ്റ്റ് ആണെങ്കിലും ആ ഒരു ഡ്രീമിൽ വരുന്ന ആ ഒരു സീക്വൻസുകളാണെങ്കിലും പടത്തിന്റെ ഓരോ സെക്കൻഡും ഞാൻ അത്ര എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയായിരുന്നു. പടം റിലീസായി വന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിനിമയുടെ എൻഡിങ്, അതിന് ഇഷ്ടം പോലെ തിയറികളുണ്ട്. അത് റിയൽ ആണെന്ന് വാദിക്കാനും അത് റിയൽ അല്ല അത് ഡ്രീം ആണെന്ന് വാദിക്കാനും. എന്നെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്, ജസ്റ്റ് ലൈക്ക് കോപ്പ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പുള്ളി ഹാപ്പിയാണ്. ഐ മീൻ അതിന്റെ അപ്പുറത്തേക്ക് ഒരു എമോഷണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് സാധിക്കാത്ത കാര്യമാണ്. പടത്തിന്റെ കൺസെപ്റ്റ് മാത്രമായിരുന്നില്ല ഇൻട്രസ്റ്റിംഗ്, ഇതിന്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഓരോ ഡയലോഗ് ആണെങ്കിലും ഒരൊറ്റ സീൻ പോലും വേസ്റ്റ് ആയിട്ടില്ല. അത്രയും നീറ്റ് ആയിട്ടാണ് ഈ ഒരു പടം എടുത്തിരിക്കുന്നത്. നോളൻ ചിത്രങ്ങളിലെ ഏറ്റവും മികച്ച എൻഡിങ്സിൽ 2ാം സ്ഥാനമാണ് ഞാൻ ഇൻസെപ്ഷൻ കൊടുത്തിരിക്കുന്നത്. 1ാം സ്ഥാനം വേറൊരു പടത്തിന് കൊണ്ടുപോയി, അത് ഞാൻ പറയാം. ഇതിനടുത്തായിട്ട് ലിസ്റ്റിൽ 3ാം സ്ഥാനത്ത് ഡങ്കർ. നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു യുദ്ധചിത്രം പോലെയല്ല ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഒട്ടും തന്നെ ക്യാരക്ടർ ഓറിയന്റഡ് അല്ലാതെ സിറ്റുവേഷൻ
മോട്ടിവേഷണൽ ഓറിയന്റഡ് ആയിട്ട് പോകുന്നൊരു പടമായിരുന്നു. ആ ടെൻഷനൊക്കെ ബിൽഡ് ചെയ്യുന്ന വിധമൊക്കെ അത്രയും രസമായിരുന്നു. ഇതും ഒരു 3 ഡിഫറെന്റ് പോയിന്റിൽ നിന്ന് തുടങ്ങി ഒരൊറ്റ പോയിന്റിലേക്ക് എത്തുന്നത്. പിന്നെ ഈ ഒരു പടത്തിന് ടെക്നിക്കൽ ആസ്പെക്ട്സിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ല. ഓസ്കാർ സഹിതം കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഹെഡ്ഫോൺസ് വെച്ചിട്ടും അതേപോലെ തന്നെ സ്പീക്കറിലും അത്യാവശ്യം നല്ലൊരു സ്പീക്കറിലൊക്കെ കേട്ടിട്ട് പോലും തിയേറ്ററിൽ ഞാൻ കണ്ട സമയത്ത് ഞാൻ കേൾക്കാത്ത പല ശബ്ദങ്ങളും എനിക്ക് കേൾക്കാൻ പറ്റി. അതിനകത്ത് ആ ഒരു ടിക്കിംഗ് സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ തിയേറ്ററിൽ കേട്ട സമയത്താണ് അതിന്റെ ഒരു രസം എനിക്ക് കിട്ടിയത്. മറ്റേൽ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഒരു ഫേഡ് ആയ പോലെ ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ തിയേറ്ററിൽ അത് ഭയങ്കര വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് വാർ ഫിലിമിൽ എന്തായാലും ഈ ഒരു ചിത്രം ഉണ്ടാവും. ഇവരാരുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, ആ ഒരു വില്ലന്മാരെ ഒന്നും കാണിക്കാതെ അത്രയും അവിടെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് പട്ടാളക്കാരുടെ നെഞ്ചിടിപ്പ് കേൾപ്പിച്ച ഒരു പടം വരുന്നത്. സോ ഡങ്കർക്ക് ഈസ് വൺ ഹെൽ ഓഫ് എ മൂവി. അടുത്തതായിട്ട് ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് ഓപ്പൻഹൈമർ. നോളന്റെ ഏറ്റവും പുതിയ എപ്പിക് ബയോപിക് ചിത്രമാണ് ഓപ്പൻഹൈമർ. ദി അബ്സല്യൂട്ട് സിനിമാറ്റിക് എക്സ്പെർട്ടൈസ് എന്ന് പറയില്ല, അത് ഇതായിരുന്നു. ഇൻ കേസ് ഈ ഒരു പടത്തിനെ ലീനിയർ അപ്രോച്ച് ചെയ്തെന്ന് വെക്കുക, നമുക്ക് ഈ ഒരു ഫീൽ എന്തായാലും കിട്ടത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പോകേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷേ നോളന്റെ ഹോൾ പോയിന്റ് എന്ന് പറയുന്നതും നമ്മൾ ഇതിനെ ഓപ്പൻഹൈമർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പെർസ്പെക്റ്റീവിൽ കാണണം എന്നതായിരുന്നു. ആൻഡ് ഹി ജസ്റ്റ് ഡൺ ഇറ്റ് ഇൻ എ എക്സ്ക്ലൂസീവ് വേ. നോൺ ലീനിയർ ആയിട്ട് സ്റ്റോറി ഒരുക്കി അതിൽ ഓപ്പൻഹൈമർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ വിഷ്വലി ട്രാൻസ്ക്രൈബ് ചെയ്ത് അടിയോടെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയ ആ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ വെളിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഡിപ്രഷൻ സ്റ്റേജിലുണ്ടായിരുന്ന മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്ന ആ ഒരു സയൻസും ക്വാണ്ടം ഫിസിക്സും ആ ഒരു ആറ്റംസും പാർട്ടിക്കിൾസും ബ്ലാസ്റ്റിന് ശേഷം നടന്ന ആഫ്റ്റർ എഫക്ട്സും അതിനെ ഫ്യൂച്ചറിൽ കാണുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ വിഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയെ ഫ്ലാറ്റ് ആയിട്ട് പോകേണ്ട ഒരു സിനിമയെ കുത്തി നിർത്തി ഒരു എപ്പിക് സാധനമായിട്ട് മാറ്റി. ഞാൻ പറഞ്ഞില്ല, ഈ പടത്തിന്റെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ സീറ്റ് ഇളകി നമ്മളെ സീറ്റിൽ നിന്ന് കുലുക്കി പടത്തിനകത്തോട്ട് കയറ്റി. പിന്നെ ഒരു പോക്കായിരുന്നു, ഷട്ടപ്പെട്ടാന്ന് പോകും. ഇൻഫാക്ട് പടത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ തന്നെ ഒരു പരിധി വരെ ബുദ്ധിമുട്ട് വന്നു. അത്രയും നീറ്റായിട്ട് അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പല കാര്യങ്ങളും ഒരൊറ്റ ഡയലോഗിൽ തീർത്തു. ഇൻട്രസ്റ്റെല്ലറോ ഇൻസെപ്ഷനോ പോലെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് തരാനൊന്നും പുള്ളി ശ്രമിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പുള്ളി എന്ത് വിചാരിച്ചോ അതിനെ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. കിലിയൻ മർഫി ആ ഒരു ഓപ്പൻഹൈമറായിട്ട് അങ്ങ് ജീവിക്കുമായിരുന്നു. അവിടെ എനിക്ക് ആ ഒരു നടനെ കാണാനേ പറ്റിയില്ല. പടത്തിന് കയറുന്നതിന് മുമ്പ് വരെ ആ ഒരു ട്രിനിറ്റി ടെസ്റ്റും ആ ഒരു ബ്ലാസ്റ്റ് ഒക്കെ എന്റെ മനസ്സിൽ ഒരു വലിയൊരു എക്സ്പെക്ടേഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പടം സ്റ്റാർട്ട് ചെയ്തതും ഞാൻ ആ ഒരു കാര്യമേ മറന്നുപോയി. പിന്നീട് ആ ഒരു സീന് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കുന്നത്. റിയൽ ടൈമിൽ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സാധനം എല്ലാം കാണാൻ ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത്. പിന്നെ ഈ ഒരു പടത്തിനകത്ത് CG എലമെന്റ്, അതായത് കുറെ പേര് അതിൽ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. പടം കണ്ട ശേഷം കുറെ പേരും ആ ഒരു ഇതിനകത്ത് CG ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന കാര്യം വിശ്വസിക്കാൻ തയ്യാറല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CG എന്താണെന്നും VFX എന്താണെന്നുമാണ്. ഇതിനകത്ത് CG യൂസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ VFX ഉണ്ട്. ഒരിക്കലും വിഷ്വൽ എഫക്ട്സ് ഇല്ലാതെ ഈ ഒരു കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റിയൽ ടൈം ക്യാമറയിൽ ഷൂട്ട് ചെയ്ത കാര്യങ്ങളെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് കാണുന്ന പ്രേക്ഷകനെ പ്ലീസ് ചെയ്യാനും ആ ഒരു സീനിന്റെ എഫക്ട് കൂട്ടാനൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ ഒരു കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന് നിഷേധിക്കുന്നില്ല. പക്ഷേ CGയെ ഒരു കാര്യം പോലും ഫുള്ളി കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ട് ഇവർ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും ഫിസിക്കൽ എഫക്ട്സ് ആയിരുന്നു, അല്ലാതെ ചുമ്മാ സ്ക്രാച്ച് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത്. സോ അവർ പറഞ്ഞ ശരിയാണ്, ഇതിനകത്ത് CG ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ വിഷ്വൽ എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പടം ഒന്നും പറയാനില്ല, ഗംഭീര പടം. നമ്മുടെ ഹോംലാൻഡർ പറഞ്ഞ പോലെയാ. I gotta tell you, it was perfect. Perfect. Everything, down to the last minute details. നോളൻ സിനിമകളുടെ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഈ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു ക്ലൈമാക്സിലെ ആ ഒരു ലൈനിലായിരുന്നു. ഓപ്പൻഹൈമർ ഐൻസ്റ്റീനോട് പറയുന്ന ആ ഒരു ഡയലോഗ്, ഇറ്റ് വാസ് സോ ഗുഡ്. ഈ പടം ഒരിക്കലും ഞാൻ IMAX-ൽ കണ്ടു, ഇനി ഞാൻ സാധാ തിയേറ്ററിൽ ഒന്നുകൂടെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് ഞാൻ എത്ര വട്ടം കാണാൻ വേണ്ടി പോകുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ദിസ് മൂവി ഈസ് കിട്ടില്ല. അങ്ങനെ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ പടത്തിലേക്കും ലിസ്റ്റിലെ ആദ്യത്തെ പടത്തിലേക്കും എത്തിയിരിക്കുകയാണ്. ഒബ്വിയസ്ലി നിങ്ങൾ ഊഹിച്ച പോലെ തന്നെ ഇൻട്രസ്റ്റെല്ലർ. എൻ്റെ ഈ ഒരു സിനിമ ജേണിയെ ഈ ഒരു സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തത്രയും ഒരു സിനിമയും ചെയ്തിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഇതുവരെ. അതൊരു പക്ഷേ ഞാൻ അത് അക്നോളജ് ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം ആയിക്കൂടെ എന്ന് പറയുന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. മേ ബി ആയിരിക്കാം, ബട്ട് ഇപ്പോൾ അറ്റ് ദിസ് മൊമെന്റ് സ്റ്റിൽ ഇറ്റ്സ് ദ ബെസ്റ്റ് ഫിലിം ഐ എവർ വാച്ച്. സീരിയസ്ലി എത്ര കൊല്ലത്തൊരു ആഗ്രഹമാണെന്നറിയോ ഇതിനെ ഒന്ന് തിയേറ്ററിൽ കാണാമെന്ന് പറയുന്നത്. ഇത് ഞാൻ ഫോണിൽ കണ്ടു, അത്യാവശ്യം നല്ല ഹെഡ്ഫോൺസ് വെച്ച് കണ്ടു, നല്ല അത്യാവശ്യം സ്പീക്കറിൽ TV-യിൽ അത്യാവശ്യം നല്ല സ്ക്രീനിൽ കണ്ടു. ഈവൻ 25-30 GB വരുന്ന IMAX പ്രിന്റിലടക്കം ഞാൻ ഈ പടം കണ്ടു. അവിടെ ഒന്നും എനിക്ക് സാറ്റിസ്ഫൈ ആവാൻ പറ്റിയില്ല അൺലെസ് ഈ സാധനത്തിന് ഞാൻ തിയേറ്ററിൽ കാണുന്നത് വരെ. ഇപ്പോഴും സ്റ്റിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ ചെറിയൊരു ബാക്കിയുണ്ട്, അത് ഈ ഒരു IMAX-ൽ കാണാനായിരുന്നു. അതിനും കൂടെ ഒരു അവസരം ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ആ ഒരു തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി ആ ഒരു സീറ്റിലൊക്കെ ഇന്ന് ഇരിക്കുന്ന സമയത്തൊക്കെ ഐ എം ലിറ്ററലി സോൺഡ് ഔട്ട് ആയിരുന്നു. അത് കഴിഞ്ഞ് പടത്തിന്റെ ടൈറ്റിൽ വന്ന് പടം സ്റ്റാർട്ടായ സമയത്ത് എനിക്ക് അപ്പം എന്തൊരു ഫീലിംഗ് ആണെന്നത് പുറത്ത് പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം ഞാൻ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് എനിക്ക് അറിയുന്നില്ല. ഇതുവരെ ആ ഒരു ഫീലിങ്സിന് ഒരു വാക്ക് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സീരിയസ്ലി എനിക്ക് ആ ഒരു സിനിമയിലെ പല സീനുകളും മനപ്പാടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചില സീനൊക്കെ കണ്ണടച്ച് ഞാൻ കേൾക്കുമായിരുന്നു. എനിക്ക് കേൾക്കാനായിരുന്നു താല്പര്യം. ആൻഡ് ട്രസ്റ്റ് മീ, ഇറ്റ് വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ്.
എനിക്കൊരു വിഷ് കിട്ടുവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുന്ന രീതിയിൽ ഒന്നുകൂടെ കാണാൻ പറ്റുന്ന ഒരു അവസരം എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ കണ്ണു അടച്ച് ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇൻട്രസ്റ്റൽ ആയിരിക്കും. ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു സിനിമ കാണുമല്ലോ, അതാണ് ദി ബെസ്റ്റ്. അതിൻ്റെ അപ്പുറത്തേക്കെല്ലാം തന്നെ റിയലൈസേഷനാണ്. ആ കോൺഫീൽഡിലെ ചേസും അവരുടെ ആ ഒരു ടേക്ക് ഓഫും മില്ലർ പ്ലാനറ്റും മാൻസ് പ്ലാനറ്റും ആ ഒരു ഡോക്കിംഗ് സീക്വൻസും അതിനുശേഷം ആ ഒരു ബ്ലാക്ക് ഹോളിൽ ഉള്ളോട്ട് പോകുന്ന സീക്വൻസുകളും എൻ്റെ പൊന്നി എന്തായിരുന്നു അതൊക്കെ. മാത്യു മെക്കോണഗയുടെ അല്ലെങ്കിൽ ആ ഒരു കൂപ്പറിൻ്റെ ആ ഒരു എമോഷണൽ സീക്വൻസ് ഒക്കെ ഞാൻ എത്ര വേണമെങ്കിലും കണ്ടിരിക്കും. അത്രയും രസമായിരുന്നു ഈ ഒരു പടത്തിലെ ഓരോ മൊമെന്റ്സും. രസിച്ച് രുചിച്ച് കാണാന്നൊക്കെ പറയില്ല, അതുപോലൊരു അനുഭവമായിരുന്നു ഈ ഒരു സിനിമ. സോ അത്രേ ഉള്ളൂ. കൂടുതൽ എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിൽ പോലും എനിക്കൊന്നും കിട്ടുന്നില്ല. സോ ഇവിടെ നിർത്തുക. ഞാൻ എൻ്റെ ഈ ഒരു ലിസ്റ്റ് പറഞ്ഞില്ലേ, ഇനി നിങ്ങൾ പറ നിങ്ങളുടെ ലിസ്റ്റ് എന്താണ് താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഓപ്പൻഹൈമർ വന്ന സ്ഥിതിക്ക് ഒരുപാട് പേരുടെ ലിസ്റ്റ് മാറാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അറിയാനുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ചെയ്യുക. ഓപ്പൻഹൈമറിൻ്റെ ആ ഒരു ഡീറ്റെയിൽ വീഡിയോൻ്റെ ലാസ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്തായാലും വൈകാതെ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ എന്തായാലും പടം വന്ന സ്ഥിതിക്ക് അതിന് പറയുന്നതിൽ തെറ്റൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ബൈ.